ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സരളി വരിശകളാണ് പാടിയിട്ട്. അപ്പോൾ അതെല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ കാണുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും ഞാൻ വിചാരിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുണ്ട് ഗൈസ്, ശ്രുതി ബോക്സ്. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും നമ്മൾ ശ്രുതി ബോക്സ് വെച്ച് പാടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനം കത്തിപ്പോയി, കേബിള് കത്തിപ്പോയിട്ട് ഞാൻ കുറേ ക്ലാസ്സുകൾ എന്ന് വെച്ചാൽ എൻ്റെ സാറും എവിടേക്കോ പോയി, എന്തോ ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ അതായത് ഇത് കാരണം പുള്ളിക്കാരൻ പോയി, അതിങ്ങനെ കുറേ ക്ലാസ്സൊക്കെ പോയി. പിന്നെ ശ്രുതി ബോക്സ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ശ്രുതി മാറി അയ്യോ പക്ഷേ ശരി, ജി ഷാർപ്പാണ് നമ്മുടെ ശ്രുതി. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ജി ഷാർപ്പിലിട്ട് ആണ് പ്രാക്ടീസ് ചെയ്യാറ്. ഞങ്ങളുടെ കോളേജിലാണെങ്കിൽ പഠിപ്പിക്കുന്നതൊക്കെ ജി ഷാർപ്പിലിട്ടാണ് എല്ലാവരും പഠിപ്പിക്കുക. അപ്പോൾ ഇത് നല്ല ഒരു ശ്രുതിയാണ്. എന്തെന്നൊക്കെയായാലും പറയണേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മധ്യസ്ഥായി വരിശകളാണ്. കുറച്ച് ക്ലാസ്സൊന്നും ഞാൻ എടുത്തില്ല, അങ്ങനെയല്ല, അല്ലാത്തപ്പോൾ ഞാൻ വലുതൊക്കെ പാടിയിടുന്നില്ല, അതൊന്നും ഇട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ശ്വാസം മുട്ടായിരുന്നു, ഭയങ്കര ശ്വാസം മുട്ട. എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയൊക്കെ എടുക്കും മാറാനായിട്ട്. അപ്പം അങ്ങനെ, അപ്പോൾ ശ്വാസം മുട്ട് വന്ന ടൈമിൽ ശരിക്കും പറഞ്ഞാൽ മാറേണ്ടതാണ്. എനിക്ക് മറ്റേ ഇൻഹീലർ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ ആയുർവേദ കഴിക്കേ മാറും എന്ന് പറഞ്ഞു. പക്ഷെ മാറിയില്ല, കൂടി. സോ ഏറ്റവും ലാസ്റ്റ് എനിക്ക് കൂടി ഞാൻ ചാവാറായെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടനെ എനിക്ക് ഇൻഹീലർ മേടിച്ചെന്ന് ഞാൻ രക്ഷപ്പെട്ടിങ്ങനെ ഇരിക്കുന്നു ഗൈസ്. അപ്പം നമ്മൾ മധ്യസ്ഥായി വരിശകളാണ് പാടാൻ പോണത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മധ്യസ്ഥായി വരിശകൾ എത്ര 5 വരികളാണ് അതിനകത്ത്. അപ്പോൾ അത് 2 പ്രാവശ്യമായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പാടേണ്ടതാണ്. പക്ഷെ ഞാൻ പാടി വരുമ്പോൾ ചിലപ്പോൾ 2 പ്രാവശ്യം പാടത്തൊക്കെ ചിലപ്പോൾ മറന്നു, 1 പ്രാവശ്യമൊക്കെ ആയിട്ട് പോകും. അപ്പം നിങ്ങൾ അത് 2 പ്രാവശ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഞാൻ മറന്നു പോകാണ്ട് ഞാൻ ഇപ്പോൾ പാടിയിടാൻ ഞാൻ ശ്രമിക്കാം. അപ്പം നമ്മൾ പാടാം. ജി ഷാർപ്പ് ആദ്യ താളം നന്നായിട്ട് പാടാം. ഞാനും നന്നായിട്ട് പാടാം. ഇങ്ങനെയാണ് ശ്രുതി പിടിക്കുന്നത്, കണ്ട. സാ പ സാ പ സാ, ശ്രുതി സെറ്റ്. സരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ സ രി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ സാ നീ ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ സാ നീ ധ നീ ധ പ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ ഗ മ പ ഗ മ ഗ രി സ സാ സാ നീ ധ നീ നീ ധ പ ധ ധ പ മ പ പ ഗ മ പ ധ നീ ധ പ മ
ഗ മ പ ഗ മ ഗ രി സ സാ സ നി ധ ni ni da ba da da pa ma pa pa ga ma pa dha ni dha pa ma ga ma pa ga ma ga re sa sa re ga re ga ga ma pa da pa dha ma pa dha pa da ni dha pa ma pa dha pa ma ga re sa sa re ga ma pa pa da da pa ma ma pa da ni sa sa ni da pa sa ni da pa ma ga re sa sa re ga ma pa pa da da pa ma ma pa da ni sa sa ni dha pa sa ni dha pa ma ga re sa. നാലാമത്തെ ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പാടിയൊന്നൊരു ഡൗട്ട്, ബാക്കിയെല്ലാം പാടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾ അകാരത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സപ്തസ്വരങ്ങളൊക്കെ സ രി ഗ മ പ ധ ni sa sa ni dha pa ma ga re sa. അകാരം വരുമ്പോൾ ആ ആ ക്ലാസ് ഞാൻ അടുത്ത പ്രാവശ്യം കൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കാം. അപ്പോൾ എല്ലാവരും അകാരത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. അകാരത്തിൽ ഇപ്പം ഞാൻ പഠിപ്പിച്ച ഈ മധ്യസ്ഥായി വരച്ചകളും സരളി വരച്ചകളൊക്കെ അകാരത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗമകം എല്ലാം നല്ല ഫ്ലുവൻ്റായിട്ട് പാടാനൊക്കെ പറ്റും. യാ, അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.